സത്യദൈവ പുസ്തകം ദ ഗോസ്പൽ ഓഫ് മനോജ് വോളിയം 1. ഈ പുസ്തകം ശരിക്കും എന്നെ സംബന്ധിച്ചൊരു പുതിയൊരു വഴിത്തിരിവ് തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് പുതിയൊരു വെളിപ്പാട് സമ്മാനിച്ച ഒരു പുസ്തകം തന്നെയാണ്. പുതിയ അറിവുകളും പുതിയ ആശയങ്ങളും എനിക്കിതിൽ നിന്ന് മനസ്സിലാവുകയുണ്ടായി. എനിക്കിതിനകത്തുനിന്ന് ഒന്നും നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. എല്ലാം വായിച്ചപ്പോൾ എനിക്ക് പുതിയ പുതിയ അറിവിലേക്കാണ് എന്നെ നയിച്ചത്. അറിവിനപ്പുറമായിട്ട് പുതിയ വെളിപ്പാടിലേക്കാണ് എന്നെ നയിച്ചത്. എന്ന് വെച്ചാൽ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ തുടക്കമെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. യേശു കർത്താവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. മറിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്താണ് കോഡ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ബൈബിള് എന്താണെന്ന് മനോജൻ തുറന്നു കാട്ടുമായിരുന്നു ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. എനിക്ക് യഥാർത്ഥത്തിൽ അച്ഛനെക്കുറിച്ച് എന്നെ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം അച്ഛനെപ്പോലൊരു വ്യക്തിക്ക് എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ ദർശനങ്ങൾ ലഭിക്കുവാൻ സാധ്യത കുറവായിരിക്കും. കാരണം അച്ഛനും ഇതുപോലെ ആഗ്രഹിച്ചു വന്നതാണ്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരമായിരിക്കണമല്ലോ ഇങ്ങനൊരു ദർശനം ലഭിക്കാനും ഇങ്ങനൊരു പുസ്തകം എഴുതാനും. ദൈവ പുസ്തകം എന്ന പുസ്തകം രചിക്കുവാനും അച്ഛന് ആ ഒരു കഴിവും കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പുസ്തകം പുതിയൊരു ദർശനം തന്നെയാണ്. ഓരോന്ന് വായിക്കുമ്പോഴും മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായിട്ടും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ടും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുകയുണ്ടായി. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണവുമായിട്ട് ബന്ധപ്പെട്ടിത് കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളതിലും ആ കുറച്ച് കാര്യം തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അച്ഛൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇനി രണ്ട് മൂന്ന് വോളിയം കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് അച്ഛൻ പറഞ്ഞ പോലെ നട്ട്ഷെല്ലാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. മനസ്സിലാക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അച്ഛനോട് ഡൗട്ട് ക്ലിയർ ആക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു സന്തോഷം തന്നെയാണ് ഈ ഒരു പുസ്തകം വായിക്കാൻ ഇടയായതിൽ. പിന്നെന്താ പറയാനുള്ളത്? പിന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പം മതപുരോഹിതന്മാർ പ്രസംഗിക്കുമല്ലോ യേശു കർത്താവിനെ കുറിച്ച്. അവർ യേശു കർത്താവിനെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടാണ് അവർ അവനെ പ്രതിഷ്ഠിച്ച് വെക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള കർത്താവിനെ തിരിച്ചറിയുക എന്നതാണ് ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് തുടക്കം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ യേശുവിൽ ഉണ്ടായിരുന്ന ആ ഒരു കർത്താവ് നമ്മളുണ്ടെന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പുസ്തകത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നത് ആർക്കും ഉള്ളിലുള്ള കർത്താവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാരവും പ്രയാസവുമായിട്ട് അവരവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീക്കുന്നു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അറിഞ്ഞോ അറിയാതെ നെഗറ്റിവിറ്റിയിലോട്ടാണ് പോകുന്നത്. സംസാരിക്കുമ്പോൾ തന്നെ കുശലം പറയുവാണെങ്കിൽ തന്നെ നെഗറ്റിവിറ്റി കാര്യങ്ങളാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ട് അവർ നീങ്ങുന്നത്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആളുകളാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വേണ്ടുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനാണ് അച്ഛൻ ഈ പുസ്തകത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നതും അച്ഛൻ്റെ പ്രസംഗത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സത്യദൈവ പുസ്തകം എന്നത് യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ടും മറ്റുള്ളവരിലേക്ക് പകരുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇത് വലിയൊരു വെളിപ്പാട് തന്നെയാണ്. പിന്നെ ഇത് മതം എന്നതൊരു വിഷമാണെന്നും ജസ്റ്റ് ഒരു തുടക്കം മാത്രം, ദൈവത്തെ അറിയാൻ മതം ഒരു തുടക്കം മാത്രമാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിന് അപ്പുറമാണ് സത്യമെന്ന് ഞാൻ എനിക്ക് അച്ഛനിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വേദപുസ്തകത്തിന് അപ്പുറമാണ് സത്യം എന്ന് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചു. പൗലോസിനെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഈ പുസ്തകത്തിലൂടെ സാധിച്ചു. വേദപുസ്തകം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അത് അതിൻ്റെ ഒരു നട്ട്ഷെല്ല് മാത്രമാണ് അച്ഛൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അത് മനസ്സിലാക്കി തന്നു അച്ഛൻ. അപ്പം എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്.